ഷ്ഷ്! കുക്കുടാ, താനൊന്നിങ്ങ് വന്നേ. എന്താ കാര്യം? ദേ ഇത് കണ്ടോ? ഇതാണ് സ്റ്റണ്ടൻ പഴം. താങ്ക് യൂ. ഞാൻ വിശന്നിരിക്കുകയായിരുന്നു. ഹിഹി, ഇതൊരു മാന്ത്രികപ്പഴമാ. ഇത് തിന്നാൽ ആരെയെങ്കിലും തല്ലാൻ തോന്നും. ഹേ, തൽക്കാലം ആ ചെകുത്താൻ ചെക്കന് ഇത് അറിയണ്ട. 3 ആള് കൂടിയാൽ നല്ല കാര്യമൊന്നും നടക്കൂലെന്നേ. അതിന് ഈ പഴവും കൊണ്ട് എന്ത് ചെയ്യാനാ തൻ്റെ പ്ലാൻ? ഇത് ആ മാലുവിനെ കൊണ്ട് തീറ്റിക്കാം. പിന്നെ പിള്ളേരും മാലുവും തമ്മിൽ ധങ്കണക്കം. ഹിഹി, സ്റ്റണ്ട് കാണാൻ കൊതിയായിട്ട് മേല. ഏങ്, എന്താ ഒരു സ്വകാര്യം? ഒന്നുമില്ലെന്നേ, നീ കിടന്നോ. ഞങ്ങളൊന്ന് ചുറ്റിയേച്ച് വരാം. ഭഗടാ, ഗുഹയൊക്കെ ശരിക്കും നോക്കിക്കോളണേ. രണ്ടിനും എന്തോ കള്ളലക്ഷണമുണ്ടല്ലോ. പിന്നാലെ പോകാം. ഇതിവിടെ വെക്കാം. ആ മുയല് ഇത് കണ്ട ഒന്ന് കാർന്ന് നോക്കാതിരിക്കില്ല. ഹിഹി, ശരിയാ. അത് ശരി, രണ്ടും കൂടി എനിക്ക് തരാതെ എന്തോ തിന്നാനുള്ള പ്ലാനാ. വർഗസ്നേഹമില്ലാത്ത കൊതിയന്മാർ. അതാ മാലുവും പിള്ളേരും വരുന്നുണ്ട്. കാത്തിരുന്നു, നല്ല ഇടി കാണാം. ശ്ശേടാ, ഇവരിത് എന്തു ഭാവിച്ചാ? ദേ മാലു, ഒരു ഉഗ്രൻ പഴം. ഹിഹി, തുലഞ്ഞു. ഇപ്പം ആ നാശങ്ങളെ പഴം ശാപ്പിടും. നോക്ക്, ഇത് ഈ ചെടിയിലുണ്ടായതല്ല, ഇവിടെ കുത്തി നിർത്തിയതാ. ഹേ, ആ തൊരപ്പന് സംഗതി പിടികിട്ടി. ആ പഴം തിരികെ കിട്ടാൻ എന്താ വഴി? ബഗടനല്ലേ അത്? പൊന്നുമോനെ ബഗട, ഒരു മന്ത്രവാദി നമുക്ക് തന്ന പഴമാത്. ആ പിള്ളേരുടെ കയ്യിൽ നിന്ന് അത് തിരികെ വാങ്ങിച്ചാൽ മുട്ടായി വാങ്ങിത്തരാം. എന്തൊരു സോപ്പ്. ശരി, പണിയുണ്ട്. ഓക്കെ, ഞാൻ ഏറ്റു. ഇങ്ങത്താ, വൈകിക്കണ്ട. ഇപ്പം തന്നെ അകത്താക്കിയേക്കാം. നില്ലടാ രണ്ടും. കുറെ ദിവസമായി നിങ്ങൾ എൻ്റെ അടുത്ത് വിളച്ചിലെടുക്കുന്നു. അയ്യോ രക്ഷിക്കണേ, തല്ലാൻ വരുന്നേ. അപ്പം അത് സ്റ്റണ്ടൻ പഴമായിരുന്നു.